ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മിക്ക സമയങ്ങളിലും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറിയൊരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതാ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചധികം എടുക്കുക. അതേ അളവിൽ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിലേക്ക് ഇതാ ഒരു 3 ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജീരകമാണ്. വലിയ ജീരകം 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇട്ട് കൊടുക്കാട്ടെ ജീരകം, എന്നാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായാൽ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത മറ്റൊരു ഐറ്റം കൂടിയാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ഇതാ മല്ലിയില അതേ അളവിൽ തന്നെ പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഈ 3 ഇലകളും എന്തായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതാ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ടില്ല, ഒരു ചതച്ച പോലെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ മുളകിലെ സീഡെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈവച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി ഇതൊരു 1/4 മണിക്കൂർ, കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഉപ്പെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഞാനൊരു 1/2 മുറി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്താൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ 1 ടീസ്പൂണ് മുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കട്ടെ, അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു റെഡ് കളർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിക്കുമ്പോൾ നമ്മളെ ആ ബാറ്ററെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവസാനം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പൊടികളുണ്ടല്ലോ, അപ്പം നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതും ഒരു കുറഞ്ഞത് 1/4 മണിക്കൂറോ 10 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അങ്ങനെ ഇതാ ഒരു 1/4 മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ പുറമെല്ലാം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കരിഞ്ഞു പോകും, ഉള്ളിൽ വേവാതെയാവും. അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇട്ടപാടെ നമ്മൊരു സ്പൂണൊന്നും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ പുറത്തുള്ള ആ ഒരു ബാറ്ററെല്ലാം എണ്ണയിൽ ഇതായിപ്പോവും. അതുകൊണ്ട് 1-2 മിനിറ്റിന് ശേഷം മാത്രം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുവരെ സ്പൂണിട്ട് ഇളക്കൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളറെല്ലാം ചേഞ്ചായിട്ട് വരുമ്പം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു ചെറിയ മീഡിയം സൈസ് പീസാക്കിയതുകൊണ്ട് ഒരു 7-8 മിനിറ്റ് വേണ്ടി വന്നിട്ടില്ലോ. കുറച്ചും കൂടി വലിയ പീസാണെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. 2 സൈഡും നല്ലൊരു കളറായി പൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു
ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കല്യാണ വീടുകളിലെല്ലാം നമുക്ക് മിക്കവാറും കിട്ടുന്ന ഒരു ഐറ്റമാണല്ലോ ചിക്കൻ ചില്ലി. അപ്പം അത് കഴിക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും, നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം കല്യാണ വീട്ടിലെല്ലാം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ മുമ്പ് ചേർത്തത്. അപ്പോൾ ഇതേപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ചില്ലിയാണ്. നമ്മളെ നാട്ടിൽ ഇതിനെ ചിക്കൻ പൊരിച്ചത് എന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോസും റെസിപ്പി വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. അതുവരെയായിട്ടും ടേക്ക് കെയർ, ബൈ, സീ യു.